ഹലോ. അപ്പോൾ ഓഫീസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വിളി വന്നു. അവൻ്റെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. യെസ് ഭാരതിലേക്ക് വരണം. എനിക്ക് സെലക്ട് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വേറെ ആരും അല്ല അത്. ഇപ്പം കാണാം ട്ടോ നിങ്ങക്ക്. രഞ്ജിത്താണ്. അവൻ്റെ അമ്മ ഇതുവരെ ചുരിദാർ ഇട്ടിട്ടില്ല. സാരി ഉടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചുരിദാർ സെലക്ട് ചെയ്യുമ്പോൾ നല്ലൊരു ചുരിദാർ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചതാണ്. അപ്പോൾ ഈ ഒരു ചുരിദാറാട്ടോ ഞങ്ങൾ അവസാനം സെലക്ട് ചെയ്തത്. തെറ്റിദ്ധരിക്കേണ്ട വയലറ്റ് അല്ല, ഗോൾഡൻ നേരത്തെ കാണിച്ചത്. ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു, നിങ്ങൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് കണ്ണാടിയിലേക്ക് നോക്കാൻ തോന്നി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണാടിയിൽ നോക്കി. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. അവൻ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം സമാധാനത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് വീണ്ടും പോയത് സാധനങ്ങൾ വാങ്ങാനാണ്. അതിന് വേണ്ടിയിട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. അൽ ദലിഹ എന്നെങ്ങാനാണ് പേര്. എനിക്ക് അതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടൂല. എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് പോയത്. അവൾക്ക് കുറേ നട്ട്സ്, ഫ്രൂട്ട്സ്, മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറിയിലേക്ക് കണ്ടുപോയി. അതും ഇത്രയും വിലക്കുറവിലാണ് പച്ചക്കറികൾ കിട്ടുന്നത്. അപ്പം അവനൊരു തോന്നൽ, ഞാനൊന്ന് വാങ്ങിയാലോ എന്ന്. അങ്ങനെ അവന് വേണ്ടിയിട്ടുള്ളത് ട്രേയുമായിട്ട് വന്ന് ഞാൻ സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ച് കൊടുത്തു. കാണുമ്പോൾ ഒരുപാട് സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വില നോക്കുമ്പോൾ 500ൻ്റെ താഴെ ഞങ്ങൾക്കായിട്ടുള്ളൂ. അത്രയും വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അതും നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റേതായ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. എനിക്ക് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത്. ഡാർക്ക് ചോക്ലേറ്റ് ഇതാ ഇതിന് നല്ല പൈസ അല്ലേ? 130. അതോളം മുടിപ്പിക്കണ്ട. പിന്നെ ഇതാ ഇങ്ങനെ ഇത് കുറച്ച് കയ്പുണ്ടാവും കേട്ടോ സാധനം. പക്ഷെ ഇത് അത്ര അതിന് മാത്രം വില ഉണ്ടാവും. ഞാൻ ഈ സാധനം ചെറുതിനൊന്നും എടുക്കാന് ഇതെടുക്കണോ, ഇതെടുക്കാം. അങ്ങനെ വാങ്ങിയ സാധനങ്ങൾക്കൊക്കെ ബില്ല് പേ ചെയ്തതിന് ശേഷം ഞങ്ങൾ ട്രേയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അവൻ സ്കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് എസ് ഭാരതിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ അവൻ്റെ സാധനങ്ങളൊക്കെ സ്കൂട്ടിയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ട്രേ തിരിച്ചു കൊടുത്ത് തിരിച്ചു വരികയാണ്. സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോഴേക്ക് നേരം വൈകി 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു, ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ബായ്.